ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന സന്താനകാരകനും ധനകാരകനും ഭാഗ്യാന്വേഷണങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്ലാനറ്റാണ് ഈ ജുപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴം. റോമാ സാമ്രാജ്യക്കാർ വെച്ച് ആരാധിക്കുന്നത് പോലും ജുപ്പിറ്റർ. അപ്പോൾ അതിൻ്റെ മാറ്റം ഒരു വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ബിസിനസ്സിലൊക്കെ ഇപ്പോൾ തുടങ്ങാനിരിക്കുന്നവർക്കും ബിസിനസ് തുടങ്ങി ഒന്ന് കയറ്റം വരുന്നവരും വളരെ സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് നല്ലതാണ്. അലസതയൊക്കെ വരാം, പഠനത്തിലൊക്കെ ചിലപ്പോൾ ഇതുവരെ കിട്ടിയിരുന്ന മാർക്കൊക്കെ കിട്ടാതിരിക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ വളർന്നു വരുന്ന തലമുറ മുഴുവനും പെട്ടെന്ന് വിദേശത്തേക്ക് മാറി പറിച്ചു നടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ പറയുന്ന ധർമ്മദേവതകളും പിന്നെ അതുപോലെ തന്നെയുള്ള പരദേവതകളുടെ പ്രീതികളും അതുപോലെ പിതൃദോഷങ്ങളും ഒക്കെ പരിഹാരങ്ങളില്ല. ജാതകത്തിലുള്ള ദോഷങ്ങൾക്കും വരുന്ന ഗോചരമാറ്റങ്ങൾക്കും ദോഷങ്ങൾക്കും പരിഹാരങ്ങളില്ല. പൂജയെന്ന് പറഞ്ഞാലും പരിഹാരങ്ങളെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ഇല്ല. ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്തി ഒരു വാഴവട്ടക്കാലം എന്ന് പറയുന്നത് ഈ ഒരു 6 മാസമൊന്നും അല്ല. അത് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്തി നമുക്ക് ഗുണം കിട്ടുമെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. വ്യാഴമാറ്റം. രമണി മേഡം നമസ്കാരം. നമസ്കാരം. കുറേ ദിവസമായി കണ്ടിട്ട്. വ്യാഴമാറ്റം എല്ലാവർക്കും വലിയൊരു എന്താ പറയുക ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. എല്ലാവരും കാത്തിരിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ മാറ്റം. എല്ലാവരുടെയും സാമ്പത്തിക ഉന്നതി ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. സോ എങ്ങനെയാണ് ഓരോ രാശിക്കും വ്യാഴമാറ്റം അനുകൂലമാണോ? അനുകൂലമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എന്തായാലും എല്ലാ പ്രാവശ്യവും വ്യാഴവും ശനിയും മാറുന്നതനുസരിച്ച് ആളുകൾ നോക്കിയിരിക്കാറുണ്ട് അവരുടെ രാശിയിൽ എങ്ങനെയാണ്, നക്ഷത്രത്തിൽ എങ്ങനെയാണ് എന്ന്. പക്ഷേ നമ്മൾ പണ്ടൊക്കെ പറയാറുള്ള പോലെ തന്നെ പകുതി മാറ്റവും പകുതി പേർക്കും അനുകൂലപ്രദമാവാറില്ല. ശനി കഴിഞ്ഞ ഉടനെ വിഷു വന്നു, വിഷു കഴിഞ്ഞ ഉടനെ വ്യാഴം വരുന്നു. എങ്കിലും ഇതും പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് സത്യത്തിൽ കേൾക്കുന്നവർ പോലും ഇപ്പോൾ നമ്മളോട് ഒരു നെഗറ്റീവ് രീതിയിൽ സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് ജ്യോത്സ്യന്മാരോടാണ് അവരുടെ ദേഷ്യങ്ങൾ മുഴുവനും വരുന്നത്. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. മാറ്റങ്ങൾ എന്തായാലും നമുക്ക് ഓരോ പ്ലാനറ്റ്സിൻ്റെയും മാറ്റങ്ങളെ നമുക്ക് ആ രീതിയിൽ തന്നെ സ്വീകരിക്കണം. തീർച്ചയായിട്ടും 2025 മെയ് 14 ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്ന വ്യാഴം എന്ന് പറയുന്നത് ഈ ജുപ്പിറ്റർ ട്രാൻസിസ്റ്റർ വളരെ പ്രധാനമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന സന്താനകാരകനും ധനകാരകനും ഭാഗ്യാന്വേഷണങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്ലാനറ്റാണ് ഈ ജുപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴം. റോമാ സാമ്രാജ്യക്കാർ വെച്ച് ആരാധിക്കുന്നത് പോലും ജുപ്പിറ്റർ. അപ്പോൾ അതിൻ്റെ മാറ്റം ഒരു വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്കത് സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും മെയ് 14 മാറുന്ന വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഓരോ നക്ഷത്രക്കാരിലും. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് 2-ൽ നിന്ന് വ്യാഴം മാറുന്നത് 3-ലേക്കാണ്. അവരുടെ ശനി എന്ന് പറയുന്നത് 12-ലേക്കാണ്. ശനി 7.5 ശനിയുടെ കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട് മേടം രാശിക്കാർക്ക്. അവർക്ക് ഈ വിചാരിക്കുന്ന പോലെ ഈ വ്യാഴമാറ്റം അത്ര സുഖപ്രദമായൊരു കാലമല്ല. അവരുടെ വിഷു ഫലങ്ങളും ശനിയുടെ മാറ്റവും അവർക്ക് ദോഷം ചെയ്യുന്നില്ല എങ്കിൽ പോലും, കാരണം 12-ലെ ശനി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഗുണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും ഈ പറയുന്ന വ്യാഴമാറ്റം അവർക്ക് 2-ൽ നിന്ന് 3-ലേക്ക് മാറുന്ന വ്യാഴം, 3-ലെ വ്യാഴം മുറവിളി കൂട്ടുന്നാണ് പറയാം. ഇപ്പം മുറവിളി അവസാന കാലത്തായാലും കൂട്ടാം, പ്രത്യേകിച്ച് ധനകാരകനായിട്ട് വരുന്ന വ്യാഴം. അപ്പോൾ അതുകൊണ്ട് അവർക്കതത്ര സുഖപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല ഈ വ്യാഴം കൊണ്ടുവരുന്നത്. മേടം രാശിക്കാർക്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അപ്രീതികളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം. കാരണം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർ വേറെ ഏതെങ്കിലും ദോഷവശങ്ങളിലേക്ക് മാറുന്നു. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില നഷ്ടങ്ങൾ വരാം. വീടൊക്കെ ലോണിലെടുത്തിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പെട്ടെന്ന് പ്രശ്നങ്ങൾ വരാം. സാമ്പത്തിക ടൈറ്റ് വരാം. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ ഇപ്പോൾ തുടങ്ങാനിരിക്കുന്നവർക്കും ബിസിനസ് തുടങ്ങി ഒന്ന് കയറ്റം വരുന്നവരും വളരെ സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് നല്ലതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അലസതയൊക്കെ വരാം. പഠനത്തിലൊക്കെ ചിലപ്പോൾ ഇതുവരെ കിട്ടിയിരുന്ന മാർക്കൊക്കെ കിട്ടാതിരിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപാട് പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സാഹചര്യങ്ങളെയൊക്കെ വെല്ലുവിളിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ വരുന്ന ഒരു വ്യാഴമാറ്റം മേടം രാശിക്കാർക്ക്. അലർജി, ത്വക്ക് രോഗങ്ങൾ, ആസ്മ പോലെയൊക്കെയുള്ള അസുഖങ്ങൾ മധ്യപ്രായം കഴിഞ്ഞവർക്ക് കൂടാം. ആസ്മ രോഗത്തിന് അലർജിക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം പെട്ടെന്നൊക്കെ വലിവൊക്കെ കൂടി ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട സാഹചര്യമൊക്കെ വരാം. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം മേടം രാശിക്കാർക്ക് പൊതുവേ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ്. അതിന് വേറൊന്നും ചെയ്യാനില്ല. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. വ്യാഴാഴ്ച ദിവസം പറ്റുമെങ്കിൽ മഹാവിഷ്ണു ഭാഗ്യസൂക്തം പാരായണം ചെയ്യുക. വിഷ്ണു സഹസ്രനാമമൊക്കെ ഒരു ആയുസ് മുഴുവൻ പാരായണം ചെയ്താലും ചിലപ്പോൾ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടോളന്നില്ല. എങ്കിലും പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മേടം രാശിക്കാർക്ക്. ഓക്കെ, സാധാരണ രീതിയിൽ ഈ മേടം രാശിക്കാർക്ക് ഈ പറയുന്ന ശനിദോഷം വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ഈ വിഷുഫല പ്രഡിക്ഷൻസിനകത്ത് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മേഡം പറഞ്ഞതുപോലെ ഈ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പല പ്രശ്നങ്ങളും മാറും എന്നുള്ളതാണ്
ഇതിപ്പോൾ കേരളത്തിലുള്ളവർക്ക് പ്രശ്നം വരുന്നില്ല. എന്തെങ്കിലും തൊട്ടടുത്ത് പോകാൻ ഈശ്വരാധീനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നടക്കാം. പക്ഷേ പുറത്തൊക്കെയുള്ള പ്രവാസികളായ ആളുകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ക്ഷേത്രങ്ങളോ പ്രാർത്ഥനകളോ കഴിവുകളോ ധർമ്മദേവത, കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ജ്യോതിഷപരമായിട്ട് കണ്ടൊരു പ്രത്യേകത വെച്ചാൽ, ഇപ്പം നമ്മുടെ ഇവിടെ വളർന്നു വരുന്ന തലമുറ മുഴുവനും പെട്ടെന്ന് വിദേശത്തേക്ക് മാറി പറിച്ചു നടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ പറയുന്ന ധർമ്മദേവതകളും പിന്നെ അതുപോലെ തന്നെയുള്ള പരദേവതകളുടെ പ്രീതികളും അതുപോലെ പിതൃദോഷങ്ങളും ഒക്കെ കുടുംബത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ മാറുന്നത്. വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്താണ് ഇവരിതിനെക്കുറിച്ച് റീതിങ്കിങ് ചെയ്യുക. ആ സമയത്ത് പാരൻസ് പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല പരദേവതകൾ എന്താണ് അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങളൊന്നും. അപ്പോൾ അതിൻ്റെ ആ ഒരു വശം ആ തലമുറ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചെറിയ പരിഹാരങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. ഈ പരിഹാരം ചെയ്താൽ മാത്രം രക്ഷപ്പെടുമെന്ന് ചോദിച്ചിട്ട് ഇന്ന് ഭൂരിപക്ഷം ആധുനിക തലമുറയ്ക്കും ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി പല വിധത്തിലാണ്. സ്പിരിച്വലായിട്ടുള്ള ഒരു ഇതില്ല, അനുഗ്രഹം ഇല്ല ആർക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും സമയമില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെ പറയുന്ന ജ്യോത്സ്യന്മാരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ശനിയും വ്യാഴവും വരുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കാനായിട്ട്, ഇപ്പോൾ നല്ല കാലത്ത് തൈപത്ത് വച്ചാൽ കാപത്ത് തിന്നാന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചെറുപ്പം മുതലേ കുറച്ച് ഈശ്വരാധീനവും കുറച്ച് പ്രാർത്ഥനയും കുറച്ച് ദൈവാധീനവും ഉണ്ടാക്കിയെടുത്താൽ ഈ വരുന്ന മാറ്റങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. പിന്നെ ഏറ്റവും മറ്റൊരു പ്രത്യേകത പറഞ്ഞിട്ടുള്ളത്, ജാതകത്തിൽ നമ്മുടെ ദശാകാലം എവിടെയാണ്, അന്തർദശാകാലം എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുകൂടെ നോക്കണം. വ്യാഴത്തിന് നല്ലൊരു ദശാകാലമാണ് ജാതകത്തിലെങ്കിൽ ഈ വ്യാഴമാറ്റം ഭംഗിയായിട്ട് അനുഭവിക്കാം, ദോഷം വരില്ല. വ്യാഴം മോശത്തിലുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണെങ്കിലും പാപഗ്രഹത്തിൻ്റെ യോഗമുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ഈ അനുഗ്രഹം കിട്ടിയെന്നും വരില്ല, ദോഷങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഇതേ ഉള്ളൂ പ്രതിവിധി, ജാതകം പരിശോധിക്കുക. കൂടുതലായിട്ട് ദൈവജ്ഞനെ ഏതോ ഒരു യൂട്യൂബിൽ തന്നെ, ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം നമ്മൾ ഈ ഡിബേറ്റ് നീണ്ടു പോകും, എങ്കിലും യൂട്യൂബിൽ തന്നെ ഒരു ജ്യോത്സ്യരുടെ ഒരു ചെറിയ പ്രസംഗം, ചെറിയൊരു സംസാരം കേട്ടു ഞാൻ കഴിഞ്ഞ ദിവസം. ജ്യോതിഷന്മാർ ദൈവജ്ഞന്മാരല്ല, ദൈവത്തിൻ്റെ പടയാളികളല്ല, മറിച്ച് ഇവർ പ്രതിവേഷം അണിയാണ്. പിന്നെ അതുപോലെ തന്നെ പരിഹാരങ്ങളില്ല. ജാതകത്തിലുള്ള ദോഷങ്ങൾക്കും വരുന്ന ഗോചരമാറ്റങ്ങൾക്കും ദോഷങ്ങൾക്കും പരിഹാരങ്ങളില്ല. പൂജയെന്ന് പറഞ്ഞാലും പരിഹാരങ്ങളെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വാധീനം നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം അടച്ചിടേണ്ടി വരും. പരിഹാരങ്ങളും ഇല്ല. ജ്യോത്സ്യനെന്ന് പറഞ്ഞാൽ ദൈവജ്ഞൻ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ ഒരു രാശി വെച്ച് അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ ഇപ്പോൾ സാധാരണ വ്യക്തികൾക്ക് എല്ലാവർക്കും ജാതകം നോക്കി പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല, ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷനോ. ഒരു രാശി വെച്ചാൽ അത് പഠിച്ചെടുക്കണം. ആ ശാസ്ത്രം പഠിച്ചാൽ മാത്രമേ ഇത് പഠിച്ച് പറയുന്നതും കുറേ ബുക്കുകൾ വായിച്ചിട്ട് പറയുന്നതുമാണെന്ന് പറയുന്ന കുറേ വ്യക്തികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരെയും ഒരു ചെറുതായിട്ട് കാണിക്കുകയല്ല, മറിച്ച് നമുക്കറിയാവുന്ന ശാസ്ത്രം എന്താണോ, നമുക്കറിയാവുന്ന എന്താണോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അയാൾ തീർച്ചയായിട്ടും ദൈവജ്ഞൻ്റെ റോള് തന്നെയാണ്. ആ ദൈവം പറയുന്നതിന് പകരം നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരാം എന്ന് വിചാരിച്ച ബുക്കുകൾ വായിച്ച് പഠിച്ച് ബുക്കുകൾ മാത്രം എടുത്തിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഇന്നിവിടെ ശാസ്ത്രം ഉണ്ടാവില്ല. ഈ നാസയും ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗമൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും, പുസ്തകങ്ങൾ മാത്രം വായിച്ചിട്ടാണെങ്കിൽ. അപ്പോൾ അതൊക്കെ തെറ്റാണ്. പിന്നെ പരിഹാരങ്ങൾ, ഈ പറയുന്ന വ്യാഴമാറ്റത്തിനും ഈ പറയുന്ന ശനി മാറ്റത്തിനും നമ്മുടെ ജാതകത്താലുള്ള ദോഷങ്ങൾക്കും പരിഹാരങ്ങളുണ്ട്. ഉള്ള പരിഹാരങ്ങൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളാവാം, ചിലപ്പോൾ അതിന് പ്രത്യേക പൂജകളാവാം. എങ്കിൽ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ സുദർശന ഹോമം ചെയ്യണ്ട. ഇവിടെ വൈഷ്ണവരും ശൈവരുമായ ഭക്തരും സാത്വികരായ പൂജാരിമാരും കർമ്മികളും ക്ഷേത്രങ്ങളും ഒന്നും വേണ്ട. ഇത് വെറും ഒരു ബുക്ക് വായിച്ച് പഠിച്ച് വെറുതെ പറയുന്നതാണ്. പരിഹാരം ഇല്ലെങ്കിൽ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ ചണ്ഡികാഹോമം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെപ്പോലെയുള്ള ഭക്തർക്ക് അവിടെ നമ്മുടെ പ്രാർത്ഥന അനുസരിച്ച് നമുക്ക് ഗുണങ്ങൾ കിട്ടാൻ. അപ്പോൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഒരു വ്യക്തികളെയോ ഒരു സമൂഹത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ വ്യാഴമാറ്റം മോശമാണെങ്കിൽ മോശം തന്നെയാണ്. അതിൻ്റെ പരിഹാരങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മഹാവിഷ്ണു പ്രീതി വരുത്തുക, പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഭാഗ്യസൂക്തം പാരായണം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്തി ഒരു വാഴവട്ടക്കാലം എന്ന് പറയുന്നത് ഈ ഒരു 6 മാസമൊന്നും അല്ല, അത് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്തി നമുക്ക് ഗുണം കിട്ടുമെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ആദ്യം മുതലേ നമ്മൾ അതിലേക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് ഈ പുതിയ തലമുറയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാക്കിയെടുത്താൽ ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രക്ഷപ്പെടും. വളരെ കറക്റ്റാണ്. അതായത് പല രീതിയിലുള്ള ജ്യോതിഷന്മാർ മാർക്കറ്റിലുണ്ട്. അതായത് പുസ്തകം വായിച്ച് ചെയ്യുന്നവരും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നവർക്ക് 100% ഫലങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാകും. നല്ല ജ്യോതിഷന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സാധകൻ ആദ്യം വേണ്ടത്. അത് എല്ലാവർക്കും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വെച്ചാൽ തന്നെ അറിയില്ല. ഈ പറയുന്ന മേഡം പറഞ്ഞ പരദേവത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പരദേവത, കുടുംബദേവത പൂജ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനെ കണ്ടെത്താൻ പറ്റിയാൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞു. നമുക്ക് അടുത്ത രാശിയിലേക്ക് പോവാം.